നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ആഗോള വിപണി കാത്തിരുന്നത് യു.എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റയായിരുന്നു. 2023 ശേഷം വന്ന ഏറ്റവും ബെസ്റ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്നലെ വന്നതുകൊണ്ട് യു.എസ് മാർക്കറ്റ് ഇന്നലെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. കൂടാതെ യു.എസിലെ 10-year ബോണ്ട് ഈൽഡും ഫോളായി. യു.എസിലെ ഫിയർ ഗേജ് ആയിട്ടുള്ള യു.എസ് വിക്സും കൊളാപ്സായി. യു.എസ് മാർക്കറ്റിലെ മറ്റുള്ള ബാങ്കിങ്, ജെപി മോർഗൻ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ റിസൾട്ടിൻ്റെയും പിൻബലത്താൽ യു.എസ് മാർക്കറ്റും ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്കും ശക്തമായ രീതിയിൽ റാലി. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും വളരെയധികം പോസിറ്റീവാണ്. പക്ഷേ സ്റ്റിൽ നോക്കേണ്ടതായിട്ടുള്ളത് FISൻ്റെ സെല്ലിംഗ് ആണ്. FIS ഇന്നലെയും നമ്മുടെ മാർക്കറ്റിൽ 4533 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs 3682 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. പക്ഷേ FIS സെല്ലിംഗ് മോഡിലാണ് എന്നുള്ളത് നമുക്ക് അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് നിഫ്റ്റിയുടെ പോക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 50 മുതൽ 100 വരെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റും കാത്തിരുന്നത് യു.എസിൽ നിന്നുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. അതും പോസിറ്റീവാണ്. പക്ഷേ ഓരോ ഹൈസിലും FIS സെല്ല് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യയിലും റിലയൻസിൻ്റെയും ഇൻഫോസിസിൻ്റെയും L&T മൈൻട്രിയുടെയും ആക്സിസ് ബാങ്കിൻ്റെയും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ട്, ഇൻഡെക്സ് ഹെവി വെയിറ്റ് റിസൾട്ട് പോസിറ്റീവാണെങ്കിൽ ഈവൻ FISൻ്റെ ഒരു സെല്ലിംഗ് ഉണ്ടെങ്കിൽ കൂടിയും റീറ്റെയിലേഴ്സിന് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നേക്കാം. പക്ഷെ അതിന് ഈ കമ്പനികളുടെ റിസൾട്ട് പോസിറ്റീവായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്രൂഷ്യൽ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ കാത്തിരുന്ന ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ആഗോള വിപണി മാറിയിട്ടുണ്ട്. അത് കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനും 1 ലക്ഷം കവിഞ്ഞു. ബ്രന്റ് ഓയിൽ 82 ബ്രന്റ് ഓയിൽ കൂടുന്നുണ്ട്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വേറൊരു പ്രശ്നം. ഗോൾഡ് കൂടി 2697. ഇന്ത്യ വിക്സ് ഓൾറെഡി നിൽക്കുന്നത് 15 ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. ജപ്പാൻ പ്ലസ് ആണ്. ഓസ്ട്രേലിയ 1.5% പ്ലസ് ആയി. കൊറിയ 1.5% പ്ലസ് ആയി. ചൈന ഇന്നലെ റാലി രേഖപ്പെടുത്തിയിരുന്നു 2.5. അതുകൊണ്ട് തന്നെ ഇന്ന് നെഗറ്റീവാണ്. FTSE UK മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 2.5% ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് വമ്പൻ റാലി നടത്തിയത്. 2.5% എന്ന് പറയുന്നത് ഹ്യൂജ് റാലിയാണ്. ഡോയും ഏകദേശം ഒരു 1.65 700 പോയിൻ്റാണ്. ഡോ ജോൺസും ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തിയത്. അതുമാത്രമല്ല US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും ഇൻഫോസിസ് കാണാം 1.5, വിപ്രോ 1.5, HDFCയും എല്ലാം തന്നെ പോസിറ്റീവാണ് ഉള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനിയിൽ ഏറ്റവും ശക്തമായ റാലി ഇന്നലെ രേഖപ്പെടുത്തിയത് ടെസ്ലയാണ്. 8% റാലി ടെസ്ല. ഫേസ്ബുക്ക് 3.3% റാലി ഫേസ്ബുക്ക്. ഗൂഗിളും ആപ്പിളും NVIDIയയും അസഞ്ചറും എല്ലാം തന്നെ US മാർക്കറ്റിന് ഇന്നലെ ഒരു വലിയൊരു ഹൈസിലേക്ക് കൊണ്ടുപോയി. എനിവേ, ഇതാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കിലെ വാർത്തയിൽ ആദ്യമുള്ളത്, അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റ എന്താണ് എന്നറിയാത്ത എത്രയോ പേരുണ്ടാവാം ഈ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ അവർക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ കാണുന്ന ഭൂരിഭാഗം ആളുകൾ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അതും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറില്ല, വല്ലപ്പോഴാണ് പറയാറുള്ളൂ. അപ്പോൾ ദയവായിട്ട് ചാനൽ നമ്മുടെ ന്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ. സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് വരാം. ആദ്യം L&T ടെക്നോളജിയാണ്. നെറ്റ് പ്രോഫിറ്റ് 4.1% ഒരു ഡിക്ലൈൻ ഉണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി 150 കോടി രൂപ എക്സൈഡിന് തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. RBL ബാങ്ക് പുതിയ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിച്ചു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് അടുത്ത 4 വർഷത്തേക്ക്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ഇന്നലെ കണ്ടിരുന്നു. കൊക്കോകോളയായിട്ട് അവരൊരു പുതിയ ബിവറേജ് പ്രൊജക്റ്റ് വിയറ്റ്നാമിൽ ചെയ്യാനായിട്ട് ധാരണയായി. ഹാപ്പിയസ്റ്റ് മൈൻഡ് ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി ഒരു ലോങ് ടൈം സപ്ലൈ എഗ്രിമെൻറ്റ് JV വെറോന ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു USA ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ടർബൈൻ എൻജിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഋഷി ഫിലിപ്പലർ കമ്പനി ഒരു പുതിയ ഒരു അക്യൂസിഷൻ നടത്തിയിട്ടുണ്ട്. സാറ്റ്കോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 70% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഒറാക്കിൾ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ്
26% ഇയർ ഓൺ ഇയർ ഡിക്ലൈനായി എന്നുള്ള ഒരു ഇതാണ്. 741 കോടി രൂപയിൽ നിന്ന് 541 കോടി രൂപ കരസ്ഥമാക്കി. സിയറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 46% ഇയർ ഓൺ ഇയർ ഡിക്ലൈനായി കുറഞ്ഞിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെയും 10% UC. ഹയർ വാല്യുവേഷൻ കാരണം FIS ഓഫ്ലോഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇടിവിന് കാരണം. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 421 കോടി രൂപ കരസ്ഥമാക്കി. റിലയൻസ് ഇൻഫ്ര കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% ഇടിഞ്ഞു. അതായത് കഴിഞ്ഞ തവണ 362 ലക്ഷം ഉണ്ടായിരുന്നത് ഈ തവണ 274 ലക്ഷം, അതായത് 3.6 crores നിന്ന് 2.7 crore. എയറോഫ്ലെക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് ഉയർന്നു. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് കമ്പനി 47 നിന്ന് 57 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ഉദ്ദം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്ര കമ്പനി 603 കോടി രൂപയിൽ നിന്ന് 545 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. RVNL കമ്പനിക്ക് പുതിയ ഒരു ഓർഡർ 3622 കോടി രൂപയുടെ ഓർഡർ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് BSNLൻ്റെ ഭാഗത്തുനിന്നും ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തീരുമാനമുണ്ട്. ഡാംബർ ബയോ ഓർഗാനിക് കമ്പനി ഇവരുടെ വൈസ് പ്രസിഡൻറ്റ് റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. പുറവൻകര കമ്പനി ഇവരെ സംബന്ധിച്ചിടത്തോളം ന്യൂസുള്ളത് CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. പുറവൻകര ഒരു റിയാലിറ്റി കമ്പനിയാണ്. പഞ്ചാബ് സിന്ധ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി 114 നിന്ന് 282 കോടി രൂപ കരസ്ഥമാക്കി. IRFC കമ്പനി ഒരു 250 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ IRFC കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. കമ്പനികളുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റും റിസൾട്ട് കലണ്ടറും IPOയും അതല്ലെങ്കിൽ ഡിവിഡൻറ്റ് വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയണം. അതെല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാമിൽ നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്, നമ്മുടെ ടെലഗ്രാമിലുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.